സിനിമയിൽ കാണിച്ചില്ലെങ്കിലും അവരത് ഉപയോഗിക്കാതിരിക്കാം, അതൊക്കെ സാഹചര്യങ്ങളാണ്. പക്ഷെ എൻ്റെ സിനിമയിലൂടെ അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ വേണ്ട എന്നുള്ളൊരു തീരുമാനമായിരുന്നു. ഞാനത് എല്ലാവരോടും പറഞ്ഞപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തു, ഇതുവരെ സപ്പോർട്ട് ചെയ്തു. നമ്മുടെ സെറ്റുകളിലാണെങ്കിലും ഇങ്ങനത്തെ ഒരു പാർട്ടികളോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നമ്മുടെ ഷൂട്ട് സമയത്ത് ചിലപ്പോൾ സിഗരറ്റ് വലിക്കുന്നവരുണ്ടായിരുന്നിരിക്കാം, പക്ഷെ ഇങ്ങനൊരു ഇത് വന്നു കഴിഞ്ഞപ്പോൾ അവർ വരെ നമ്മളെ ഫുൾ സപ്പോർട്ട് ചെയ്തത്. ഒരാൾ പോലും സെറ്റിൽ വലിച്ചിട്ടില്ല. ഇനി വലിക്കണം തോന്നി അത്രയും ബുദ്ധിമുട്ടുള്ളവർ ഒരുപാട് അകലെ പോയി നിന്ന് ആരും കാണാത്ത രീതിയിലൊക്കെ ചെയ്യുന്ന ഒരു ഇത് കണ്ടു. അപ്പോൾ അത് നമുക്കൊരു സന്തോഷം. കാരണം നമ്മളത് കാണിച്ചു കൊടുക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാവുന്നവരാണ് നമ്മുടെ ഒപ്പമുള്ളവരെന്ന് അറിയുമ്പോൾ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. ഇതിലെ കഥാപാത്രത്തെ കുറിച്ച് പറയുന്നത് അപ്പം ഉടനീളം വരുന്ന ഒരു നല്ലൊരു ആർട്ടിസ്റ്റാണ്, സിനി ആർട്ടിസ്റ്റാണ്. സ്റ്റാർമാച്ച് എന്ന വീട്ടിൽ ഷോയിൽ തന്നെ മലയാളികൾക്ക് പ്രിയങ്കരയായിട്ട് നടിയാണ്. എപ്പോഴെങ്കിലും ഇപ്പോഴും സ്ട്രഗിളിങ് ഫേസ് ചെയ്യുന്നുണ്ടോ ക്യാരക്ടേഴ്സ് കിട്ടാനായിട്ട്? ഞാനെപ്പോഴും എനിക്ക് അനുയോജ്യമായ ക്യാരക്ടർ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരാളാണ്. ഇതിനോടൊപ്പം വർക്ക് ചെയ്ത ഒരു മൂവീസ് അറൗണ്ട് 30 മൂവീസ് പ്ലസ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും ഇപ്പം നമ്മുടെ സംഭവ സ്ഥലത്ത് നിന്നും എന്ന ചിത്രത്തിനടക്കം റിലീസിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. എനിക്കുള്ളത്, എനിക്ക് ചേർന്നത് എപ്പോഴാണെങ്കിലും എൻ്റെ കയ്യിലേക്ക് എത്തും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ പ്രാർത്ഥന, പരിശ്രമം, ഭാഗ്യം ഇതെല്ലാം കൂടെ ഒത്തു വന്നാലല്ലേ കിട്ടത്തുള്ളൂ. എനിക്കങ്ങനെ പരാതികളൊന്നുമില്ല. സോ എനിക്ക് ലഭിക്കുന്ന അവസരങ്ങളിലും കിട്ടിയതിലും ഒക്കെ ഞാൻ വളരെ ഹാപ്പിയാണ്, ഓക്കെയാണ്. പിന്നെ തീർച്ചയായിട്ടും അത് നമ്മൾ എപ്പോഴും ആണോ ഇത് നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയും ഗംഭീരമായിട്ട് തന്നെ ആള് ആ ഭാഗങ്ങളെല്ലാം അഭിനയിച്ചിട്ടുണ്ട്. അത് നമുക്ക് അതുപോലെ തന്നെ ചെയ്യാനും പറ്റിയിട്ടുണ്ട്. അപ്പൊ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതൊരു ബ്രേക്കിംഗ് ആയിരിക്കുന്നുള്ളത്. താങ്ക് യു. അല്ല, നല്ലൊരു കഥാപാത്രം ലഭിക്കാനായിട്ട് ഞാൻ ആക്ച്വലി അത് എല്ലാ ആർട്ടിസ്റ്റുകളും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്, വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇതിലെ ഈ ക്യാരക്ടർ തമിഴ് കുടുംബ പശ്ചാത്തലമല്ല, എന്നാൽ മലയാളം, കേരളത്തിൽ താമസിക്കുന്ന തമിഴും മലയാളം കൂടെ ഇടകലർത്തി സംസാരിക്കുന്ന ഒരു കഥാപാത്രം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അല്ലേ? തീർച്ചയായിട്ടും. ഇത് കണ്ടിട്ട് പലരും നമ്മളൊപ്പമുള്ളവർ കണ്ട സമയത്ത് ചോദിച്ചു, ഡബിങ് ആള് നല്ല രസമായിട്ട് ഡബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സ്ലാങ്ങും തമിഴ് കണക്ട് ചെയ്തിട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. അപ്പോൾ പലരും ചോദിച്ചു, ഇത് ആളെന്നാണ് ഡബ് ചെയ്തത്, വേറെ ആരെങ്കിലും ചെയ്യിപ്പിച്ചതാണോ എന്ന് ചോദിച്ചു. അപ്പം അല്ല, അത് ആളെന്നെ ചെയ്തതാണ്. ഓ, ഗംഭീരമായിട്ടുണ്ടല്ലോ, നല്ല രസമായിട്ട് ആക്ടിൻ്റെ ഒപ്പം തന്നെ. അപ്പോൾ ആ ഡബിങ്ങിൻ്റെ ഇതിലും ആളെ കഴിവ് തെളിയിച്ചിട്ടുണ്ടെന്നുള്ളത് പലരും പറഞ്ഞിട്ടുണ്ട്. ബാക്കി നിങ്ങൾക്ക് കാണാം. അതേപോലെ ഇപ്പം എന്നോട് വേറൊരാൾ പറഞ്ഞ് ചോദിക്കുന്നതാണ്, അതായത് കുറച്ചധികം റോള് കിട്ടിയത് മുഴുവൻ നെഗറ്റീവ് കഥാപാത്രങ്ങൾ. അതായത് ഇപ്പം ഷോർട്ട് ഫിലിമിലൊക്കെ ആണെങ്കിലും അത്യാവശ്യം കുറേ അധികം ഷോർട്ട് ഫിലിം കണ്ടതൊക്കെ നെഗറ്റീവാണ്. അപ്പൊ അങ്ങനെ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്നു തോന്നിയോ ചോദിക്കാൻ പറഞ്ഞു. ഇല്ല ഇല്ല ഇല്ല, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ ഞാനിപ്പോൾ ചിന്തിക്കുമായിരുന്നു, അങ്ങനെ നെഗറ്റീവ് ഷെയ്ഡ്സ് ഉള്ള അത് കുഞ്ഞു കുഞ്ഞു ഷോർട്ട് വീഡിയോസ് അല്ലേ. അപ്പം നമുക്ക് ഒരു ദിവസം തന്നെ കുറേ കണ്ടന്റ് ഷൂട്ട് ചെയ്യും. അപ്പം ഇങ്ങനെ വൺ ആഫ്റ്റർ ദി അതർ ഇങ്ങനെ വർക്ക് ചെയ്ത് പോകുമ്പോഴത്തേക്കും അതിൽ ഈ പറഞ്ഞ പോലെ നെഗറ്റീവ് ഷെയ്ഡ് ഉള്ളതുകൊണ്ട് അല്ലാത്ത ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു. ഇല്ല, എനിക്ക് അങ്ങനെ എന്തായാലും ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ടെന്ന് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. സിനിമയിൽ വർക്ക് ചെയ്ത കഥാപാത്രങ്ങളൊന്നും അങ്ങനെ നെഗറ്റീവ് ഷെയ്ഡുള്ളത് ചെയ്തിട്ടില്ല. അതെ. ഇതിനകത്ത് ഇപ്പം മീഡിയ റിലേറ്റഡ് ഒരു കണ്ടന്റ് വരുന്നതാണല്ലോ. അപ്പൊ അതിനകത്ത് എങ്ങനെയാ, ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടർ ആണോ, എങ്ങനെയാ? റിപ്പോർട്ടർ അല്ല ഞാൻ ആക്ച്വലി. ഇപ്പം നമ്മുടെ പോസ്റ്ററിൽ നിന്ന് നമുക്ക് മനസ്സിലാവും, ആക്ച്വലി സ്വന്തമായിട്ട് ഒരു വർക്ക്ഷോപ്പ് റൺ ചെയ്യുന്ന ഒരു സെൽഫ് മെയ്ഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയായിട്ടാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ മെയിനായിട്ട് റിപ്പോർട്ടറായിട്ടൊക്കെ എനിക്കൊരു ചോദ്യം, ഈ ഇംപ്രൂവ്മെന്റ് ചെയ്ത് വീണ്ടും അതിന്റെ അടുത്ത് പിന്നെ കയ്യിക്കിട്ട് ഒരു ബാക്ക് പിന്നെ കുഴപ്പമൊന്നും നോക്കിയെടുത്ത് വന്നിട്ട് ഇത്ര നേരം നല്ല റെസ്പോൺസ് അപ്പോൾ സിൻസിയറും പ്രമോദേട്ടനുമാണ് മീഡിയ പേഴ്സണാലിറ്റി ആയിട്ട് ഇതിൽ വർക്ക് ചെയ്യുന്നത് അല്ലേ.
മീഡിയയുടെ കാര്യങ്ങളാണ്. ഒരു മീഡിയ ഇപ്പം പല സിനിമകളും നമ്മൾ കണ്ടിട്ടുണ്ട്. മീഡിയ എത്രത്തോളമാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ചിലത് നെഗറ്റീവായിട്ട് ചെയ്യുന്നതും. ഇപ്പം നാരദ എന്ന സിനിമ നോക്കുകയാണെങ്കിൽ മീഡിയയുടെ ഒരു നെഗറ്റീവ് വശം എടുത്ത് കാണിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത്, സമൂഹം ഫേസ് ചെയ്യുന്നത്. ഇതിലെങ്ങനെയാണ് മീഡിയയെ കാണിക്കുന്നത്? നമ്മുടെ സിനിമയില് നോർമലി ഇപ്പൊ മലയാള സിനിമയിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു ജേർണലിസ്റ്റ് ക്യാരക്ടേഴ്സിനോ അല്ലെങ്കിൽ ഒരു മീഡിയ കൈൻഡ് ഓഫ് സ്റ്റോറീസിലോ ഒന്നും വന്നിട്ടുള്ള ഒരു പാറ്റേൺ അല്ല. ഇത് കുറച്ച് ഒരു മൾട്ടി ലേയേഴ്സ് ഉള്ള ഒരു ക്യാരക്ടറുമാണ്. എക്സാക്ട് ഒരു മീഡിയ ബേസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ഓൾ ഇൻ ഓൾ മീഡിയ ബേസ് ചെയ്തിട്ട് പോകുന്ന ഒരു സ്റ്റോറി ലൈനും അല്ല. നമുക്ക് കുറച്ചധികം എലമെന്റ്സിൽ വന്നിട്ടുണ്ട്. വേറെ നേരത്തെ ഇപ്പോൾ ക്രിസേട്ടൻ സൂചിപ്പിച്ച പോലെ തന്നെ സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള പല ഇഷ്യൂസ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഈ ഒരു മീഡിയ പേഴ്സന്റെ പോയിന്റ് ഓഫ് വ്യൂയിലൂടെ ആയിരിക്കാം. ബട്ട് നമ്മളപ്പോഴൊക്കെ ഈ ഏത് വിഷയത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് ആ വിഷയത്തിന് ഫോക്കസ് കൊടുത്തിട്ട് ആ വിഷയത്തിന്റെ ആധികാരികത എത്തിക്കാനായിട്ട് അല്ലെങ്കിൽ ചർച്ച ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മള് സിനിമയിൽ ഇപ്പൊ മീഡിയ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരിക ചാനലിലെ ഷോട്ടുകള്, ചാനലിന്റെ ഉൾഭാഗങ്ങൾ, അങ്ങനത്തെ ഒരു രീതി നമ്മുടെ മനസ്സിൽ വരും. ഇതൊരു മീഡിയ, ന്യൂസ് മീഡിയ തന്നെയാണ്, എങ്കിലും ചാനലിന്റെ ഉള്ളിലുള്ള ഒരു സെക്ഷൻ അല്ല നമ്മൾ കാണുന്നത്. ഇപ്പൊ നിങ്ങളെ പോലെ ക്യാമറയും ഇതൊക്കെ ആയിട്ട് നമ്മൾ ചാനലിന് പുറത്തിറങ്ങിയിട്ട് ഷൂട്ടിനായിട്ട് പല സ്ഥലങ്ങളിലേക്ക് പോകും. ആ സ്ഥലങ്ങളിൽ ഉണ്ടാവുന്ന സംഭവങ്ങളാണ് കണക്ട് ചെയ്യുന്നത്. ചാനലും അല്ലെങ്കിൽ ചാനലിന്റെ ഉള്ളുമായിട്ട് ഓഫീസ് സെറ്റപ്പുമായിട്ട് ഒരു ബന്ധവും നമ്മൾ സിനിമയിൽ പറയുന്നില്ല. ഇവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് സംഗതികളൊക്കെ ഉണ്ടാവും. കാരണം നിങ്ങൾക്കറിയാം, പല ഷൂട്ടിന് പോകുന്ന സമയത്ത് പല ബുദ്ധിമുട്ടുകളുണ്ടാവും. ഇങ്ങനെ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും അതിനോട് അവർ അതിനെ തരണം ചെയ്തു പോകുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് സിനിമയിൽ കൂടുതൽ ചർച്ച ചെയ്തത്. പിന്നെ നേരത്തെ പറയാൻ വിട്ടുപോയത്, മുതിർന്ന മാധ്യമ പ്രവർത്തകരായിട്ടുള്ള ഹാഷ്മി താജ് ഇബ്രാഹിം, പിന്നെ ക്രിസ്റ്റീന ചെറിയാൻ, ഇവര് രണ്ടുപേരും നമ്മുടെ സിനിമയിൽ നല്ല 2 ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനോട് അനുബന്ധമായിട്ടുള്ള ഒരു കാര്യം കൂടെ പറയുന്നത്, ഈ മീഡിയ പേഴ്സൺസ് നേരത്തെ പറഞ്ഞല്ലോ, അത് നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്നുള്ളത് ചോദിച്ചല്ലോ. എനിക്ക് തോന്നുന്നത് 2 സൈഡിൽ നിന്ന് നോക്കുമ്പോഴും 2 രീതിയിലും നമുക്ക് വേണമെങ്കിൽ കാണാം. ഒന്ന്, ഈ റിപ്പോർട്ടർ ഒരു സോഷ്യൽ റെലവന്റ് ആയിട്ടുള്ള വിഷയങ്ങൾ മാത്രം മറ്റുള്ള റിപ്പോർട്ടേഴ്സ് കാണാത്ത ആംഗിളിൽ കൂടെ അത്തരം കാര്യങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരാനാണ് മാധ്യമങ്ങളുടെ മുന്നിലേക്കും ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനായിട്ട് അങ്ങനെ ഒരു എത്തിക്സ് ഉള്ള ഒരു മാധ്യമ പ്രവർത്തകനായിട്ടാണ് സിൻസിയർ ചെയ്തിട്ടുള്ളത്. അതിനിടയിൽ അവിചാരിതമായിട്ട് സംഭവിക്കുന്ന ചില കാര്യങ്ങളും കൂടെ ഉണ്ടെന്ന് മാത്രം. അങ്ങനെ അത് നെഗറ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല എന്ന് തോന്നുന്നു. എനിക്ക് ഒക്കെ പോസിറ്റീവായിട്ട് തന്നെയാണ് കണ്ടത്. പൊതുവെ ഏതൊരു ആർട്ടിസ്റ്റിനോട് ചോദിച്ചാലും പറയുന്നത് അല്ലെങ്കിൽ എനിക്ക് സിനിമയിൽ അഭിനയിക്കണം, അല്ലെങ്കിൽ സിനിമ നടിയാണോ, സിനിമ നടനാണോ എന്നൊക്കെ. ബിഗ് സ്ക്രീനിൽ കാണുക എന്നുള്ളതാണ് ഒരു ഡ്രീം. അപ്പൊ ഡയാനയുടെ കേസ് നോക്കുകയാണെങ്കിൽ എല്ലാം ചെയ്യുന്നുണ്ട്. സീരിയൽ ചെയ്യുന്നുണ്ട്, വെബ് സീരീസ് ചെയ്യുന്നുണ്ട്, ഷോർട്ട് ഫിലിംസ്, സിനിമ. കരിയർ കൃത്യമായിട്ട് സിനിമ നോക്കാതെ എല്ലാത്തിലും പർട്ടിക്കുലർ നോക്കാതെ എല്ലാം ചെയ്യുന്നുണ്ട്. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും ഒന്ന് മാത്രം ഫോക്കസ് ചെയ്യുക കരിയർ? തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെ ഒരു ഉപദേശം കിട്ടിയിട്ടുണ്ട്, സിനിമയിൽ മാത്രം ഫോക്കസ് ചെയ്യണം എന്നൊക്കെ. അത് തീർച്ചയായിട്ടും ഒരു വെൽവിഷന്റെ ഉപദേശമായിട്ട് ഞാൻ കണക്കാക്കുന്നു. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് വ്യൂവേഴ്സ് എന്നുള്ളപ്പോൾ സ്പ്ലിറ്റ് ആയിരിക്കുവാണ്. നമുക്കൊരു വൈഡ് നമ്പർ ഓഫ് വ്യൂവേഴ്സ് ഓൺലൈൻ മീഡിയാസിനുണ്ട്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസിനുണ്ട്, OTT പ്ലാറ്റ്ഫോംസിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഷോർട്ട് മൂവീസും ഷോർട്ട് വീഡിയോസൊക്കെ ഞാൻ ചെയ്യുന്നത്. ടെലിവിഷനിൽ അതൊരു വേറെ ടൈപ്പ് ഓഫ് വ്യൂവേഴ്സാണ്, കുടുംബ പ്രേക്ഷകരുണ്ട്. അപ്പോൾ എപ്പോഴും ലൈം ലൈറ്റിൽ നിൽക്കാനായിട്ട് അതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ആങ്കറായിട്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റാർ മാജിക് പോലുള്ള പരിപാടികളിൽ ആർട്ടിസ്റ്റായിട്ടോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും അവിടെ നമുക്ക് അവിടെ ഒരു സെറ്റ് ഓഫ് വ്യൂവേഴ്സിന് ലഭിക്കുന്നു. പിന്നെ സിനിമ എല്ലാ ആർട്ടിസ്റ്റുകളുടെയും ഏറ്റവും വലിയ സ്വപ്നമാണ്. നമ്മുടെ ബിഗ് സ്ക്രീനിൽ കാണാമെന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യവും സ്വപ്നവുമായിട്ട് കണക്കാക്കുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് സിനിമകളും ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ നമുക്ക് എപ്പോഴും ഒരേ കാര്യം തന്നെ ചെയ്യുന്നതിന് പകരം പല പല കാര്യങ്ങളിലേക്ക് നമ്മൾ എൻഗേജ്ഡ് ആയിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ജോലി നൽകുന്ന ഒരു സാറ്റിസ്ഫാക്ഷനും സന്തോഷവും ഉണ്ടായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇപ്പം സ്റ്റേജ് ആങ്കറിംഗ് ഒക്കെ ആണെങ്കിലും ഒക്കെ ഇപ്പോഴും ഞാൻ ചെയ്യുന്നത്. നമുക്കൊരിക്കലും ഒരു ബോറിംഗ് അല്ലാണ്ട് നമ്മുടെ കരിയറിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എന്നെ പേഴ്സണലി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, വാട്ട് എവർ ഐ എം ഡൂയിങ് റൈറ്റ് നൗ. സോ അങ്ങനെ ഒരു താളത്തിൽ ഒഴുക്കിൽ പോയിക്കൊണ്ടിരിക്കുന്നു. നോർമലി സിനിമാ താരങ്ങള് കുറച്ച് ഈഗോ കൂടുതലുള്ള ആൾക്കാരാണെന്ന് കേട്ടില്ല. ഇപ്പം ഡയാന ഇപ്പൊ ആ ഈഗോ ഒട്ടും ഇല്ലാത്ത ഒരാളാണെന്നുള്ളതാണോ പറഞ്ഞു വരുന്നത്? അതായത് കുറച്ച് വളർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ താഴെ കുറച്ച് കുറഞ്ഞ റോളൊന്നും ചെയ്യാൻ പോകാൻ പാടില്ല, അങ്ങനെയുള്ള ഒരു ഈഗോ കാണിക്കാറുണ്ട്.
ഞാനോ? അല്ലല്ല, പൊതുവെ സിനിമ പൊതുവെ താരങ്ങളുടെ ഒരു പൊതുവെ ഒരു ക്യാരക്ടറാണ്. എനിക്ക് തോന്നുന്നത് അത് ഏറെക്കുറെ എല്ലാവരും കുറച്ച് ഫോക്കസ്ഡ് ആയിരിക്കും. പിന്നെ അവർ ചിന്തിക്കുമായിരിക്കും ഇപ്പം നമ്മൾ ഈ ഒരു റേഞ്ചിലുള്ള റോൾസ് ചെയ്തു, അതുപോലുള്ള റോൾസ് ചെയ്യുന്നതായിരിക്കും എൻ്റെ കരിയർ നല്ലത് എന്ന് മനസ്സിലാക്കി അങ്ങനെ ഫോക്കസ്ഡ് ആയിട്ട് പോകുന്നവരുണ്ടായിരിക്കും. ഇപ്പം ഞാൻ എൻ്റെ ഒരു രീതി ഞാൻ പറഞ്ഞല്ലോ, ദിസ് ഇസ് വാട്ട് ഇതിലാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അതിൽ എനിക്കൊരു സന്തോഷമൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ പ്രശസ്തി അത്രയും ലഭിക്കുന്നുണ്ടായിരിക്കാം, ചിലപ്പോൾ സാലറി അത്ര കിട്ടുന്നുണ്ടായിരുന്നില്ലായിരിക്കാം, പക്ഷേ എനിക്കൊരു സാറ്റിസ്ഫാക്ടറി സന്തോഷമൊക്കെ ഉണ്ട്. അപ്പോൾ അതങ്ങനെ വ്യക്തിപരമായ കാര്യമാണ്. ഒരുപക്ഷെ അവർക്ക് ലഭിക്കുന്ന ഉപദേശങ്ങളുടെ ഭാഗമായിട്ട് അത് സ്വീകരിച്ചുകൊണ്ട് അങ്ങനെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകുന്നവരുണ്ടായിരിക്കും. അപ്പം ഞാൻ മനസ്സിലാക്കുന്നതൊക്കെ വ്യക്തിപരമായ ഒരു തീരുമാനവും ഒക്കെയാണ് അല്ലേ. നമ്മളിപ്പോ മെയിനായിട്ട് ഇപ്പോൾ ഒരുപാട് താരനിരയുള്ള സിനിമകൾ നമ്മൾ കാണാറുള്ളതാണ്, വലിയ വലിയ സ്റ്റാർസിന്റെ ഒക്കെ സിനിമകൾ നമ്മൾ കാണാറുള്ളതാണ്. അതുപോലും പറഞ്ഞ പോലെ അത്ര നല്ലതാണെങ്കിൽ പോലെ തിയേറ്ററിൽ പിടിച്ചു നിർത്തി അല്ലെങ്കിൽ ഒരു 2 ആഴ്ച 3 ആഴ്ച 4 ആഴ്ച ഒക്കെ പിടിച്ചു നിർത്തി കാണുന്നുള്ളൂ. പുതുമുഖങ്ങളുടെ സിനിമകൾ എന്ന് പറയുമ്പോൾ അത്രയും മാത്രം അല്ലെങ്കിൽ വലിയൊരു റഷ് ഇല്ലാത്തപ്പോഴാണ് കുറച്ചുകൂടെ നിലനിൽക്കുന്നത്. അല്ലാത്തെല്ലാം കുറെ വാഷ് ഔട്ട് ആയി പോവുകയാണ്. അങ്ങനെയുള്ള നിലവിലുള്ള സാഹചര്യത്തിൽ ഈ സംഭവ സ്ഥലത്ത് നിന്നുള്ള സിനിമയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട് പ്രേക്ഷകർ എന്തുകൊണ്ട് കാണണം? ഞാൻ പറയാം, നമ്മുടെ സിനിമ ഹലോ, ഞാൻ പറഞ്ഞു നമ്മുടെ സിനിമ ഒരുപാട് ആനുകാലിക വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സിനിമയാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൂപ്പർ സ്റ്റാർസിൻ്റെ പടങ്ങൾ മേ ബി ഇനീഷ്യൽ പുള്ളി കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടാവും, ബട്ട് കണ്ടന്റ് ഓക്കെ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ റീസെൻ്റ്ലി തന്നെ 2-3 ബ്രഹ്മാണ്ഡ ചിത്രങ്ങൾ കണ്ടു, ഒരു വീക്കിനുള്ളിൽ തന്നെ തിയേറ്റർ വാഷ് ഔട്ടായി പോയിട്ടായിരുന്നു. നേരെ മറിച്ച് അത്ര വലിയ സ്റ്റാർ കാസ്റ്റ് ഒന്നും ഇല്ലാത്ത ചെറിയ പടങ്ങൾ കയറി തിയേറ്റർ സക്സസ് ആവുന്നത് നമ്മൾ കണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ടന്റ് തന്നെയാണ് താരം. നമ്മുടെ സിനിമ വലിയ ബ്രഹ്മാണ്ഡ ചിത്രമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഇത് ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ അത് പ്രസക്തമാണ്. സോ ആ നിലയിൽ ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയാണ്, നിങ്ങളാരും ഈ പറഞ്ഞ പോലെ സ്റ്റാർ കാസ്റ്റ് പരിപാടിയൊന്നും ഇല്ലാണ്ട് വന്നിട്ട് നിങ്ങളിത് കണ്ടേ മതിയാവും എന്നൊന്നും പറയുന്നതല്ല, റിക്വസ്റ്റ് ചെയ്യാണ്. ഇത് എത്രയും ആനുകാലിക വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്, ഇത് സോഷ്യലി റെലവൻ്റ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ കാണുക, അതിലെന്താണ് ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ മനസ്സിലാക്കുക, അത് മറ്റുള്ളവരിലോട്ട് അതല്ലെങ്കിൽ അടുത്തൊരു ജനറേഷനിൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന ആളുകളിലോട്ട് വിഷയങ്ങൾ റീച്ച് കൊടുക്കുക, റിക്വസ്റ്റ് ആയിട്ട് തന്നെയാണ് പറയുന്നത്. ഡയറക്ടറുടെ ലാൽ ജോസിനെ പോലുള്ള ഒരു അത്രയും ലെജൻഡ് ആയിട്ടുള്ള ആളെ ഇപ്പൊ ചെറിയൊരു പടത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ വന്നു പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അതുപോലെ തന്നെ വലിയൊരു പരിചയമൊന്നും ഇല്ലാത്ത ഒരാള് സംവിധാനം ചെയ്യുന്നു. അപ്പൊ അവിടെ എന്തെങ്കിലും ഒരു ഇതുണ്ടായോ, നിങ്ങൾ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു? പരിചയം എന്ന് വെച്ചാൽ ലാലു സാറിനെ മുന്നേ അറിയുന്ന ഒരു ഇതുണ്ട്. അദ്ദേഹം വന്നു ഷൂട്ട് സമയത്ത് ഞാൻ ബേസിക്കലി എഡിറ്ററാണെന്ന് മുന്നേ പറഞ്ഞല്ലോ. എനിക്ക് തോന്നുന്നു ഒരു കൊല്ലം കറക്റ്റ് ഓർമ്മയില്ല, ഒരു 17 കൊല്ലത്തോളം ഞാൻ എഡിറ്ററായിട്ട് ഇരുന്നിട്ടുണ്ട്. ആ സമയത്ത് കുറച്ച് ഷോർട്ട് ഫിലിംസ്, ആഡ് ഫിലിംസ്, അവർ ഡോക്യുമെൻ്ററീസ് അങ്ങനെ കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വലിയൊരു ഡയറക്ഷൻ അറിയുന്നല്ല എങ്കിലും എങ്ങനെ ക്യാമറ വയ്ക്കും, എങ്ങനെ ഷൂട്ട് ചെയ്യിപ്പിക്കുന്ന ചെറിയൊരു അറിവ് എൻ്റെ എഡിറ്റിങ്ങിൻ്റെ എക്സ്പീരിയൻസിലൂടെ കിട്ടിയ ഒരു ഇതുണ്ട്. അപ്പോൾ അതവിടെ വെച്ചു. എന്നിട്ട് ലാലു സാറൊക്കെ ഒപ്പം വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും സുഖം ഉണ്ടായിരുന്നത് അവരൊക്കെ ഒപ്പമായിരുന്നു. കാരണം ഞാൻ ചെയ്ത് ശരിയാണെന്ന് എനിക്കോ എന്നോട് പോലും ചോദിക്കേണ്ട ആവശ്യമില്ല. അത്രയും വലിയ ലെജൻഡിന് മുമ്പിലിരിക്കുമ്പോൾ എനിക്ക് സുഖമായിട്ട് സാറേ നമുക്ക് ഇങ്ങനെ ചെയ്താലോ എന്ന് ചോദിക്കുമ്പോൾ ഓക്കെ മോനെ ഇത് നമുക്ക് ഇങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇങ്ങനെ മാറ്റി വെച്ചാലോ എന്നൊക്കെയുള്ള ഭയങ്കര സപ്പോർട്ടായിരുന്നു. കാരണം അത്രയും സുഖമായിരുന്നു അത്രയും ലെജൻഡിൻ്റെ ഒപ്പം വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നത്. ഒരു ടേക്ക് കഴിയുമ്പോഴും ലാലു സാർ ഓക്കെ ആണോ എന്നല്ല ചോദിക്കുക, സിനിമയുടെ ഫേസ് നോക്കും, എന്നിട്ട് നമുക്ക് ഒന്നുകൂടി പോവാം അല്ലേ, അത് ഓക്കെ ആണല്ലോ അല്ലേ. അത് ഈ പറഞ്ഞ കറക്റ്റാണ്. കാരണം എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഇപ്പോൾ ആ ഷോട്ട് ഞാൻ അവിടെ സ്ക്രീനിൽ കാണാൻ റിപ്പീറ്റ് ഇട്ട് കാണുന്ന സമയത്ത് ഇതൊരു മാറ്റം വരുത്തിയാലോ എന്നുള്ള ചിന്ത വരുമ്പോൾ അതിൽ വിളിച്ച് സാറേ നമുക്ക് ഒന്നുകൂടി എടുത്താലോ എന്ന് പറയാൻ നമുക്കൊരു ചെറിയൊരു മടി ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ മുഖത്ത് കാണുമ്പോൾ എൻ്റെ മുഖത്ത് കാണുമ്പോൾ ആ എക്സ്പ്രഷൻ മനസ്സിലാക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട്. അതേപോലെ നമുക്ക് പറഞ്ഞോടി പോകാല്ലേ, അതെ അങ്ങനത്തെ സപ്പോർട്ട് അത്രയും കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ലാൽ ജോസ് സാറ് ശരിക്കും സിൻഡോ ബ്രോനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസിൽ എന്തെങ്കിലും ഒരു കാര്യം ചിലപ്പോൾ പുള്ളിയോട് പറയുകയാണെങ്കിൽ പുള്ളി ചിലപ്പോൾ ഒരുക്കിപ്പോയാണ്. അപ്പൊ ഞങ്ങളൊക്കെ ആലോചിച്ച് ഇയാളെ എങ്ങനെയാവും ഈ ആക്ഷൻ വിളിക്കാൻ പറ്റേണ്ട ഇങ്ങനെയൊക്കെ തരുന്ന പുള്ളി, കാരണം പേടിയായിട്ട്. അപ്പൊ നമ്മളും ആ ഒരു ടെൻഷനിലായിരുന്നു ഇരിക്കുന്നതാണ്. പക്ഷെ
പുള്ളി ഒരു പ്രാവശ്യം അവിടെ എന്തോ ഒരു കാര്യത്തിൽ മാത്രം മോണിറ്റർ ഒന്ന് നോക്കണം നമ്മൾ കണ്ടിട്ടുള്ളൂ. ബാക്കി എല്ലാ സമയത്തും പുള്ളി സംവിധായകനെയാണ് ശരിക്ക് വീക്ഷിച്ചിരുന്നത്. അത് മാത്രമല്ല, ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഷോർട്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഷൂട്ട് സാറിന്റെ കഴിഞ്ഞു. അപ്പൊ സാറിന് ഓക്കെ വണ്ടി വന്നിട്ടുണ്ട് ഒക്കെ കഴിഞ്ഞു. അപ്പൊ സാറ് പറഞ്ഞു ഞാൻ കുറച്ച് നേരം കൂടി ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കുറച്ച് നേരം നമ്മുടെ സെറ്റിൽ ഇരുന്നു. അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നി. കുറെ നേരം ഇരുന്ന് നമ്മളോടൊക്കെ സംസാരിച്ചിട്ടൊക്കെയാണ് അദ്ദേഹം ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടാണ് സെറ്റിൽ നിന്ന് പോയത്. അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര അഭിമാനം തോന്നി. കാരണം ഞങ്ങളൊരു സിനിമയിൽ വന്ന് അഭിനയിച്ചു ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാനുണ്ടാവും തന്നെ സന്തോഷം തോന്നി. എന്തായാലും സിനിമ വലിയൊരു വിജയമാകട്ടെ. കാണാൻ ഒരു പ്രേക്ഷകരോട് എന്താണ് പറയാൻ? പ്രേക്ഷകരോട് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് നമുക്ക് പറയാം എന്ന് പറഞ്ഞാൽ എല്ലാവരും സിനിമ തിയേറ്ററിൽ വന്ന് കാണാം എന്ന് തന്നെയാണ് ആദ്യം പറയേണ്ട കാര്യം. ഒപ്പം തന്നെ നമ്മുടെ സിനിമ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളോട് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സിനിമ തന്നെയാണ് എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെയുള്ളൊരു സിനിമയാകുമ്പോൾ നമ്മൾ സമൂഹം തന്നെയാണ് ആ സിനിമയെ സപ്പോർട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് എല്ലാവരും തിയേറ്ററിൽ വന്ന് കണ്ട് നല്ല അഭിപ്രായങ്ങൾ പറയണം എന്നതാണ് എൻ്റെ അഭ്യർത്ഥന. അതൊരു അഭ്യർത്ഥനയാണ്, കാരണം എനിക്കൊരിക്കലും ഒരാളെ നിർബന്ധിക്കാൻ പറ്റില്ല. നമുക്കൊരു അഭ്യർത്ഥനയായിട്ട് വെക്കാം. എല്ലാവരും തിയേറ്ററിൽ എത്തുന്നുള്ള വിശ്വാസം തന്നെയാണുള്ളത്. തീർച്ചയായും എല്ലാവരും എത്തട്ടെ, വലിയൊരു വിജയമാകട്ടെ. ഈ ഒരുപാട് സിനിമകൾ നിങ്ങളെ കാണാൻ സാധിക്കും. So much, thank you so much. കാർ മെക്കാനിക്കായിട്ടല്ലേ ചെയ്യുന്നത് അല്ലേ? അപ്പൊ ആ അംബാസഡർ ഏത് മോഡലാന്ന് പറയാൻ പറ്റും? നല്ല ചോദ്യം. എന്നോട് ചോദിക്കാൻ പ്രായക്കാരൊക്കെ എപ്പോഴായിരുന്നു? പണ്ടായിരിക്കും അല്ലേ? 80യോ 1980 മോഡൽ? എനിക്കറിയില്ല. എനിക്ക് പൊതുവെ വണ്ടികളെ കുറിച്ച് അങ്ങനെ അധികം പക്ഷെ എന്ത് തോന്നുന്നു, ഞാൻ വളരെ വിദഗ്ധമായിട്ട് വണ്ടി നന്നാക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ലേ? അതെ, വളരെ ചോദിക്കും. അതെ, അത് 90s മാർക്ക് 4 മോഡലാണ്. ഈ സൂസുവിന്റെ എഞ്ചിൻ മാറ്റിയപ്പോഴാണ് ബക്കറ്റ് സീറ്റ് ആയത്. അതുവരെ അംബാസിഡറിന് സിംഗിൾ സീറ്റാണ്. അത് കണ്ടു കഴിഞ്ഞാൽ അത് ബക്കറ്റ് സീറ്റാണ്. അപ്പോൾ ലേറ്റ് 90s KFC ബക്കറ്റ്. അതുകൊണ്ടാണ് മെക്കാനിക്കായിട്ട് അഭിനയിക്കുന്നു. ഈ അംബാസഡറിന്റെ എത്ര ലവേഴ്സ് ഉണ്ട് എന്നുള്ളത് മനസ്സിലായത് ഞങ്ങൾ ഈ ഷൂട്ട് സമയത്താണ്. നമ്മൾ ഈ ഷൂട്ടിന് വണ്ടി എടുത്ത്, അതായത് ഒരു ബ്ലാക്ക് നല്ല ഭംഗിയിൽ വർക്ക് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ വണ്ടി തന്നെയാണ്. അപ്പോൾ അദ്ദേഹം ഈ വണ്ടി പുറത്തേക്ക് ഇറങ്ങി ഷൂട്ട് നടക്കണം കാണുമ്പോൾ എല്ലാവരും വന്നിട്ട് ഏതാ വണ്ടി ഏതാ ഇങ്ങനെ അത്രയും ഭയങ്കര സപ്പോർട്ട്. അപ്പോൾ നമ്മളേക്കും ആക്ടറെയാണോ നോക്കണേ ഡയറക്ടർ ആരെയും നോക്കണം, പക്ഷെ അവർ നോക്കണതെല്ലാം വണ്ടീനെയാണ്. അപ്പോൾ അംബാസഡർ എന്ന് പറഞ്ഞ വണ്ടിക്ക് ഇത്രയും ലവേഴ്സ് ഉണ്ടെന്നുള്ളത് നമ്മൾ ഈ ഷൂട്ട് സമയത്ത് ശരിക്കും മനസ്സിലാക്കിയത്. അംബാസഡറിന്റെ ലാൻഡ് മാസ്റ്റർ എന്ന് പറഞ്ഞൊരു പഴയ ഒരു കാറിന്റെ ഇന്ത്യൻ വേർഷനാണ് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് ഇറക്കിയ അംബാസഡർ. ലാൻഡ് മാസ്റ്റർ കമ്പനി അടച്ചു കൂട്ടി, അംബാസഡർ നിർത്തി, പ്രൊഡക്ഷൻ നിർത്തി. അത് കഴിഞ്ഞ് 2000 കഴിഞ്ഞിട്ട് UK ആകെ ഓർഡർ ചെയ്തിട്ടുള്ള ഇന്ത്യൻ കാർ അംബാസഡറാണ്. അല്ല, നമ്മുടെ സ്ക്രിപ്റ്റിന്റെ സമയത്ത് സാറിനായിട്ടൊന്നും ഞാൻ കണ്ടുകൊണ്ടിരുന്നു. ഇതൊന്നും അതിൽ എഴുതായിരുന്നു. നമ്മളിവിടെ ചർച്ച ചെയ്തപ്പോൾ ഡയറക്ടറോട് ചോദിച്ചു, ബാക്കിയുള്ളവരോടൊക്കെ കുറെ ചോദിച്ചപ്പോഴും ഈ ഒരു വ്യക്തിയുടെ ചോദ്യങ്ങൾ വളരെ കുറവായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് എന്ത് വിഷയത്തിനെ കുറിച്ച് ചോദിച്ചാലും പറയാൻ പറ്റുന്ന ഒരു ഡിക്ഷണറി എന്ന് അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരാളാണ്. അത് എത്ര പുസ്തകം എഴുതിയിട്ടുള്ളത്? 84 പുസ്തകം എഴുതിയിട്ടുള്ള ഒരാളാണ്. അതുപോലെ എത്ര ഭാഷയാണ് സംസാരിക്കണമെങ്കിൽ 6 ഭാഷ എഴുതാനും വായിക്കാനൊക്കെ ഫ്ലുവൻ്റ് ആയിട്ട് അറിയുന്ന അങ്ങനത്തെ. നിങ്ങൾ എന്ത് സംശയം ചോദിച്ചോ. ഞങ്ങൾ സെറ്റിലിരിക്കുന്ന സമയത്ത്, ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ചർച്ച തുടങ്ങി കഴിഞ്ഞാൽ അത് നിൽക്കില്ല. കാരണം അതിൻ്റെ ഒരു എൻസൈക്ലോപീഡിയ എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ഒരു വലിയ മനുഷ്യനാണ്. അപ്പൊ നമുക്ക് സിനിമയിലേക്ക് വന്നു എന്നുള്ളതും, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എന്ത് ചോദ്യം വേണമെങ്കിൽ ചോദിച്ചു നോക്കിയോ, ഏത് വിഷയത്തിനോട് ചോദിച്ചു നോക്കിയോ ഉത്തരം കിട്ടും. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞോട്ടെ. ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാനും സിൻസിയറും കൂടിയിട്ട് ക്രിസ്സാറിനെ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു സീനുണ്ട്. അപ്പൊ ആ സീനില് ഷൂട്ട് തുടങ്ങിയ സമയത്ത് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചു തുടങ്ങിയതാണ്. അവിടെ കട്ട് വിളിച്ചപ്പോഴും ഇവിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഓരോ സംശയം ചോദിക്കുമ്പോ അതിനെ കുറിച്ചിട്ട് പറയും.
അതിന് ഉപകഥകൾ വേറെ ഉണ്ടാവും. അങ്ങനെ അങ്ങനെ പറഞ്ഞു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഏത് വിഷയത്തെ കുറിച്ച് ചോദിച്ചാലും ഞങ്ങളന്ന് ഏകദേശം രാവിലെ മുതൽ ഉച്ച വരെ ഇങ്ങനെ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഷൂട്ട് പ്രോസസ്സ് നടക്കുന്ന സമയത്ത് തന്നെ ഗംഭീരമായിട്ടുള്ള ചർച്ചകളായിരുന്നു. അപ്പൊ അന്ന് ഞങ്ങൾക്ക് മനസ്സിലായതാണ് ഈ അതായത് നമ്മൾ ചോദിക്കുന്ന ചില ആളുകൾ ചില വിഷയങ്ങളിൽ വളരെ അഗാധമായിട്ടുള്ള പാണ്ഡിത്യമുള്ള പോലെയാണ്. പക്ഷെ അദ്ദേഹത്തിന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ആത്മീയതയെ കുറിച്ചിട്ടും സയൻസിനെ കുറിച്ചിട്ടും ഒരുപോലെ നമുക്ക് അറിവുകൾ ഞങ്ങളായിട്ട് പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു. എന്ത് ചോദിച്ചാലും ഉത്തരം പറയുന്നത് ChatGPT പോലും 2000-ൽ നിന്നു. അത് കഴിഞ്ഞിട്ടുള്ള ഡേറ്റാബേസ് അറിഞ്ഞിട്ടില്ല. 2022 കഴിഞ്ഞ ChatGPT ഒരു ഉത്തരം പറയില്ല. അപ്പൊ പിന്നെ ഞാൻ ChatGPT പോലും അല്ല. അതുകൊണ്ട് എന്ത് ചോദിച്ചാലും ഉത്തരം പറയുന്നത് മെഷീനല്ല. ഔട്ട് ഓഫ് ഇൻട്രസ്റ്റ് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ്. ഞാനിപ്പോൾ LLM ചെയ്യുന്നു, ഒരു ഡോക്ടറൽ വർക്ക് നടക്കുന്നു. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പല സബ്ജക്റ്റ് പഠിക്കുന്നതിൻ്റെ അതിൻ്റെ എഫക്റ്റ് ആയിരിക്കാം. എന്തായാലും ഇത്രയും ആൾക്കാർ താങ്കളെ പറ്റി ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഈ ഒരു കാര്യം കൂടെ ചോദിക്കാൻ ആഗ്രഹിക്കുക. കാരണം ഇപ്പൊ മുല്ലപ്പെരിയാർ ഇഷ്യൂ ഒക്കെ ഇപ്പൊ വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണല്ലോ. അതിനെ കുറിച്ച് രണ്ടുപേർക്ക് സംസാരിക്കാം. മുല്ലപ്പെരിയാർ ഇഷ്യൂവിന് എപ്പോഴും